Hello everyone, Namaskaram. Welcome to Pit Stop. ഇന്നത്തെ വീഡിയോയിൽ ഡോമിനാറുടെ ഏറ്റവും പുതിയ BS6 മോഡലായ 250 എന്ന് പറയുന്ന ഡോമിനാർ 250 ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഡോമിനാർ 250നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുക്കാറ്റി ഡയാവലോ ആയിട്ട് ഭയങ്കരമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരു ബൈക്കാണ്. സോ പാവങ്ങളുടെ ഡ്യുക്കാറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഡോമിനാറിനെ. ഡോമിനാർ ആദ്യം ലോഞ്ച് ചെയ്തത് ഡോമിനാർ 400 എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലായിരുന്നു. ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ട് സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്കാണ്. ലോങ് ജേർണീസിന് ഭയങ്കര കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സ്പീഡ് എടുക്കാനും പറ്റും. അതേപോലെ തന്നെ ലോങ് ജേർണിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. സോ ഒരു ടൂറർ ഒരു കാറ്റഗറിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഒരുപാട് റൈഡേഴ്സ് ലോങ് ഡ്രൈവ് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ് ഡോമിനാർ 400. സോ ഡോമിനാർ 400ൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എബൌട്ട് 2ൻ്റെ മുകളിൽ പോവും. സോ 2 ലാഖിൽ താഴെയാക്കിയിട്ട് ഒരു അടിപൊളി ഒരു പ്രൈസ് ടാഗിലാണ് ഡോമിനാർ 250 നമുക്ക് ബജാജ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡോമിനാർ 250 എന്ന് പറഞ്ഞാൽ ലുക്ക് വൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും തന്നെ കാണാനില്ല. ലുക്ക് വൈസ് കണ്ടു കഴിഞ്ഞാൽ ഡോമിനാർ 400 ആണ് എന്ന് മാത്രമേ പറയുള്ളൂ. സോ ഈ ഡോമിനാർ 250യിലെ എൻജിൻ സ്പെസിഫിക്കേഷനിൽ മാത്രമാണ് വ്യത്യാസം. അതുപോലെ എൻജിൻ സ്പെസിഫിക്കേഷനിലുള്ള വ്യത്യാസം കാരണം റൈഡ് ചെയ്യുമ്പോഴും ചെറിയ രീതിക്കുള്ള ഒരു വ്യത്യാസം, പവർ ഡെലിവറി ആണെങ്കിലും ശരി, 0 to 100 ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വരുന്നുണ്ടാവും. അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോമിനാർ 250യുടെ ചെറിയൊരു റിവ്യൂ. ഡോമിനാർ 250യുടെ ഈ ഒരു ലുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഡോമിനാർ 400 തന്നെയാണ് എന്നുള്ളത്. സോ ഡോമിനാർ 250യിലെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബാഡ്ജിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോമിനാർ 400 ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വെരി സിമിലർ സ്റ്റൈലിംഗ് ആണ്. അതായത് ഓൾമോസ്റ്റ് സെയിം സ്റ്റൈലിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 30,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് ഡോമിനാർ 250ക്കും ഡോമിനാർ 400നും. സോ ഇതിൽ മെയിനായിട്ടുള്ള സ്റ്റൈലിങ്ങിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റൈലിങ്ങിലുള്ള സിമിലാരിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ്സ് നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെയിം ഓൾ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുമല്ലാതെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതേപോലത്തെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അതേപോലെ ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ കാണാൻ പറ്റും സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതിൽ നമുക്ക് മിസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരും ഡോമിനാർ 400ൽ. ഇതിൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരില്ല. 13 ലിറ്ററുടെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. സെയിം ഫ്യൂൽ ടാങ്ക്, സെയിം ഡിസൈനാണ്, എല്ലാം സെയിം ആണ്. വെയിറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോഗ്രാം മാത്രമേ കുറവുള്ളൂ ഡോമിനാർ 250 കമ്പയർഡ് ടു ഡോമിനാർ 400. പിന്നെ അതേപോലെ നമുക്ക് സെയിം സീറ്റ്സാണ് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണെന്ന് പറയാം. എസ്പെഷ്യലി ലോങ് ജേർണീസിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ അതുപോലെ ടയേഴ്സിൻ്റെ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫ്രണ്ട് ടയേഴ്സ് രണ്ടും ഫ്രണ്ടും ബാക്കും ഡോമിനാറിലും ഡോമിനാർ 250 400ലും 250ലും 17 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ വിത്തിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇതിൽ വരുന്നത് 100 ഫ്രണ്ടിൽ 100 സെക്ഷൻ ടയേഴ്സും പുറകിൽ വരുന്ന ടയേഴ്സിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 130 ആണ്. ഡോമിനാറിൽ കുറച്ച് കൂടുതലാണ് വരിക. സോ ഈ പുറകിലോട്ടുള്ള വന്നിട്ട് ഒരു ലുക്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ ടയറുടെ വിത്ത് വെച്ചിട്ട് നമുക്കിത് ഡോമിനാർ 400 ആണോ 200 ആണോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഡബിൾ ബാരൽ എക്സോസ്റ്റ് തന്നെയാണ് ഡോമിനാർ 400ലും വരുന്നത്. സോ ഈ ഒരു ചേഞ്ചസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡോമിനാർ 250 ആണോ 400 ആണോ എന്ന് പെട്ടെന്ന് ഒരൊറ്റൊരു ലുക്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ കൂടുതൽ സെയിൽസ് കൂട്ടണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിമിലർ സ്റ്റൈലിങ്ങിൽ നമുക്ക് ഡോമിനാർ 250 വന്നിട്ടുള്ളത് ഇവിടെ. സോ ഡോമിനാർ 250 കണ്ടു എന്ന് വെച്ചാൽ സെയിം ആണ്. ഡോമിനാർ 400ൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഡോമിനാർ 400ൽ വരുന്നത് അലുമിനിയം സ്വിംഗ് ആം ആണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്നത് ബോക്സ് ടൈപ്പ് സ്വിംഗ് ആം ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്സിൽ ഇത് 37mm ആണ് വരുന്നത്. ഡോമിനാറിൽ കുറച്ച് കൂടുതൽ വരും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ ഡോമിനാർ 400ഉം ഡോമിനാർ 250യും തമ്മിലുള്ള പ്രൈസ് വൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡോമിനാർ 250 ബജാജ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 1.6 lakh ഓൺവേർഡ്സ് ആണ്. സോ 1.6 lakh ആണ് എക്സ് ഷോറൂം പ്രൈസ്. പക്ഷേ ഡോമിനാർ 400ൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.9 lakh ആണ്. സോ 30,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഫ്രെയിമും നോക്കിക്കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാലും സെയിം പെരിമീറ്റർ ഫ്രെയിമാണ് കേട്ടോ. അതിലും ഡിഫറൻസ് ഒന്നും വരുന്നില്ല.
ഡോമിനാറുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ KTM 250 ഡ്യൂക്കിൻ്റെ സെയിം എഞ്ചിനാണ് വരുന്നത്. പക്ഷേ ഒരു DTSI മാർക്ക് വരുന്നുണ്ട്, കാരണം ബജാജിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയത് കാരണം. 250cc എഞ്ചിൻ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. സോ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിന് മാക്സിമം പവർ വരുന്നത് 27 bhp ആണ്. ഡോമിനാർ 400ൻ്റെ മാക്സിമം പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 bhp ആയിരുന്നു. ഇവിടെ 27 bhp ആണ് വരുന്നത്. അതുപോലെ തന്നെ 24 Nm ഓഫ് മാക്സിമം ടോർക്കും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്, സെയിം ആസ് ഡോമിനാർ 400. അത് ഒരു സ്ലിപ്പർ ക്ലച്ചിലോട്ടാണ് മേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. സോ കുറച്ചുകൂടെ ഓടിക്കാൻ സ്പോർട്ടി ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് മിസ്സിങ് ഡോമിനാർ 400 നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്സ്, ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ടോപ്പ് സ്പീഡ് എത്ര പോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡോമിനാർ ഓടിക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് കംഫർട്ടാണ്. ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഏത് ബൈക്കിനും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. മാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കുണ്ട്, പക്ഷേ അത് അത്രത്തോളം സക്സസ് ആവാത്തൊരു ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഏതുമല്ല, മഹീന്ദ്രയുടെ മോജോ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കാണ്. ഡോമിനാർ 250യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഇതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. അതിനുശേഷം ഇതിൻ്റെ ഹാൻഡ്ലിങ്, ഇതിൻ്റെ ബോഡി വെയിറ്റ് ജസ്റ്റ് 4 കിലോഗ്രാം മാത്രമാണ് കുറവ് ഡോമിനാർ 400 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അത് കാരണം നല്ല രീതിക്കുള്ളൊരു ഹാൻഡ്ലിങ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ലോങ് ഡ്രൈവിന് പോകുകയാണെന്നുണ്ടെങ്കിലും നല്ല കോൺഫിഡൻസാണ് വരുന്നത് ഹൈ സ്പീഡിൽ പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഡോമിനാർ ഡ്യൂക്ക്, അപ്പാച്ചെ RTR സീരീസിലുള്ള ബൈക്സൊക്കെ ശരിക്കും മൾട്ടി പർപ്പസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സിറ്റി യൂസിന് പെർഫെക്റ്റ് ആണ്, അതുപോലെ തന്നെ ടൂറിങ്ങിനും അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബൈക്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓഫ് റോഡിൽ ചെറിയ രീതിക്ക് ഓടിക്കാനും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു നിന്നിട്ട് ഓടിക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഉണ്ട് ഡ്യൂക്ക്, അതുപോലെ തന്നെ ഡോമിനാർ, അതുപോലെ തന്നെ അപ്പാച്ചെ RTR എന്നീ പറയുന്ന ബൈക്കുകൾക്ക്. കമ്മിങ് ബാക്ക് ടു ഡോമിനാർ 250, ഇതിൻ്റെ 27 bhp പവറും 24 Nm ഓഫ് ടോർക്കുമാണ് വരുന്നത്. നിങ്ങൾ ഡോമിനാർ 400 ഓടിച്ചിട്ട് ഡോമിനാർ 250 ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് പവർ കുറവുള്ള പോലെ തോന്നും. കാരണം അതിൻ്റെ ബോഡി വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ 13 bhp കുറവാണ് വരുന്നത്. പക്ഷേ ഒരു 1/4 ലിറ്റർ മോട്ടോർ സൈക്കിളായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരു 150cc ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് 250cc ബൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോമിനാർ 250 ആയിരിക്കും ബെസ്റ്റ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഡയറക്റ്റ് ഡ്യൂക്ക് 250 അല്ലെങ്കിൽ ഡ്യൂക്ക് 200 പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് ഓവറായിട്ടുള്ളൊരു പവർ ഡെലിവറി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് പ്രോപ്പർ ഒരു സ്പോർട്സ് ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡോമിനാർ 250 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പവർ ഡെലിവറിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്യൂക്കിൻ്റെ സർവീസ് കോസ്റ്റ് കൂടുതലാണ്. സോ ആ ഒരു കമ്പാരിസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയത് കാരണം ഡോമിനാറിൻ്റെ സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. സോ ബജാജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിൾ, അതായത് 250cc മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KTM 200, ഡ്യൂക്കിൻ്റെ 200 ലോഞ്ച് ചെയ്തു, ഡ്യൂക്കിൻ്റെ 250 ലോഞ്ച് ചെയ്തു. എല്ലാ മോഡൽസും നല്ല രീതിക്ക് സെയിൽസ് വരുന്നുണ്ട്. ചെറിയ പ്രൈസ് ഡിഫറൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് സെയിൽ ബൂസ്റ്റ് ആവുന്നുണ്ട്. സോ ഒരു 200cc വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഒരു 250 വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ഒരിക്കലും ഡ്യൂക്കിൻ്റെ 400 അല്ലെങ്കിൽ ഡോമിനാർ 400 വരെ പോവില്ല. അതേ സ്റ്റൈലിങ്ങിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതേ സ്റ്റൈലിംഗ് ആകുമ്പോൾ കുറേ ആളുകൾക്ക് ഓക്കെ സെയിം സ്റ്റൈലിംഗാണ് വരുന്നത്, സെയിം ലുക്സാണ് വരുന്നത്, ഇത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ, അതായത് ഡോമിനാർ 400 ആണ് എന്ന് തെറ്റിദ്ധരിച്ച് പോവും എന്ന് കരുതി കുറേ ആളുകൾ വാങ്ങും. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാര്യമുള്ളൂ. അടിപൊളി സീറ്റിംഗ് കംഫർട്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോങ് റൈഡ്സിന് കംഫർട്ടബിളായിട്ട് പോവാം. ചോദിച്ചു കഴിഞ്ഞാൽ കേരള ടു കാശ്മീർ വരെ വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു പോവാം, ഒരു രീതിയിലുള്ള ഡിസ്കംഫർട്ടും വരില്ല. അത് തന്നെയാണ് ഡോമിനാർ സക്സസ് ആവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സോ ഡോമിനാർ 250 ബ്ലാക്ക് ആൻഡ് റെഡ് കളേഴ്സിലാണ് അവൈലബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് കംപ്ലയിൻസ് ആയിട്ട് പറയാനൊന്നുമില്ല. സോ ഇതിൻ്റെ പ്രൈസ് മാത്രമാണ് ചെറിയൊരു ഒരു കുറച്ചുകൂടെ ഒന്ന് കുറവാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. കാരണം നമുക്ക് FC25 വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് വരുന്നത് 1.35 lakh എക്സ് ഷോറൂം പ്രൈസാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 30,000 rupees ഇതിന് കൂടുതലാണ്. പക്ഷേ ഡോമിനാർ 400-നേക്കാളും വീണ്ടും 30,000 കുറവാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് മിഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ പ്രൈസ് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1.4 lakh ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അത് റൈഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഡോമിനാർ 250. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോൻ്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ബൈ.